നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പിനുള്ള ഘാന ടീമിൻ്റെ ക്യാപ്റ്റൻ തോമസ് പാർട്ടിക്ക് ഘാനയുടെ ആദ്യ മത്സരം കളിക്കാൻ പറ്റില്ല, കാരണം വിസ കിട്ടിയിട്ടില്ല. വല്ലാത്ത ആദ്യ വേൾഡ് കപ്പാണ് നടക്കുന്നത് എന്നർത്ഥം. ഘാനയുടെ ആദ്യ മത്സരം പനാമയ്ക്കെതിരെയാണ്. ആ കളി നടക്കുന്നത് കാനഡയിലാണ്. കാനഡയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് വിസ നിഷേധിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ടീമിൻ്റെ ട്രെയിനിങ് ബേസിൽ തന്നെ, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ടീമിൻ്റെ ട്രെയിനിങ് ബേസിൽ തന്നെ നിൽക്കേണ്ടി വരും. കാനഡയിലേക്ക് പോകാൻ പറ്റില്ല. മറ്റു താരങ്ങൾ കാനഡയിൽ പോയിട്ട് പനാമയ്ക്കെതിരെ കളിച്ചു വരും. അതിനുശേഷം US നടക്കുന്ന മറ്റ് കളികളിൽ കളിക്കാം. ടീമിൻ്റെ ഒരവസ്ഥ വല്ലാത്ത ആദ്യ വേൾഡ് കപ്പാണ് ഇത്തവണ ഫിഫ നടത്തുന്നത്. ഏതായാലും ഫിഫ ഒഫീഷ്യലായിട്ട് ഈ കാര്യത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. പതിവ് പോലെ തന്നെ സൊമാലി റഫറിയെ തിരിച്ചയച്ചപ്പോൾ ഫിഫ ഇറക്കിയ സ്റ്റേറ്റ്മെൻറ്റ് പോലെ തന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഇതൊക്കെ ഹോസ്റ്റ് കൺട്രീസ് തീരുമാനിക്കുന്നതാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നാണ്. അതാണ് BBC ലേഖനം അന്ന് ചോദിച്ചത്. നിങ്ങൾ നടത്തുന്ന ടൂർണമെൻറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺട്രോൾ ഉണ്ടോ എന്ന് ചോദിച്ചത്. ഇൻഫാൻറ്റിനൊക്കെ അതങ്ങ് കൊണ്ടു. ഏതായാലും ഇപ്പോൾ ഫിഫ തോമസ് പാർട്ടിയുടെ കാര്യത്തിൽ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നു. അത് പറയുന്നത്, ഫിഫ ക്യാൻ കൺഫേം ദാറ്റ് പ്ലെയർ തോമസ് പാർട്ടി വിൽ ബി അണേബിൾ ടു ട്രാവൽ ഫ്രം ഘാന ടീംസ് ബേസ് ക്യാമ്പ് ഇൻ ബോസ്റ്റൺ USA to Canada for their first match against Panama on Wednesday 17th June as his visa application has been refused by the Canadian government. അതായത് ഇപ്പോൾ ഘാന ടീമിൻ്റെ ബേസ് ഉള്ളത് US ബോസ്റ്റണിലാണ്. അവിടെ അദ്ദേഹമുണ്ട്. അവിടെ നിന്ന് കളിക്കായിട്ട് കാനഡയിലേക്ക് യാത്ര ചെയ്യണം. ആ ടീമിനോടൊപ്പം യാത്ര ചെയ്യാൻ തോമസ് പാർട്ടിക്ക് കഴിയില്ല. അദ്ദേഹത്തിൻ്റെ വിസ കനേഡിയൻ അതോറിറ്റി റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഫിഫ പറയുന്ന സെൻറ്റൻസാണ് വളരെ ഇൻട്രസ്റ്റിംഗ്. ഫിഫ പറയുന്നു, ഞങ്ങൾ ഈ രാജ്യങ്ങളുടെ ഹോസ്റ്റ് നേഷൻസിൻ്റെ ഇമിഗ്രേഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ആവുന്നില്ല. അത് വിസയുടെ കാര്യങ്ങളിലും മറ്റിലുമൊന്നും ഞങ്ങൾ ഇടപെടുന്നില്ല. അത് മുമ്പത്തെ ഫിഫ ഇവൻസിലും അങ്ങനെ തന്നെയാണ്. ഹോസ്റ്റ് ഗവൺമെൻറ്റിനാണ് ആർക്ക് വിസ കൊടുക്കണം, ആരെ രാജ്യത്തേക്ക് അഡ്മിറ്റ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം എന്നുകൂടി ഫിഫ പറയുന്നു. അപ്പോൾ ഇതേ ഫിഫ തന്നെയാണ് നേരത്തെ ഇൻഫാൻറ്റിനോ പറഞ്ഞത്. ഇത് വേൾഡ് കപ്പിന് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, ഹൈ ലെവൽ അത്ലറ്റിന് ട്രാവൽ ചെയ്യാം, കളിക്കാം, മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നു എന്നൊക്കെ പറഞ്ഞതാണ്. വി യുണൈറ്റ് ദി വേൾഡ് എന്നല്ല അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ വി ഡിവൈസ് ദി വേൾഡ് എന്ന രൂപത്തിലേക്ക് മാറിയോ എന്ന ചോദ്യമുണ്ട്. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് വിസ നിഷേധിച്ചു എന്നുള്ളതിൽ ഇപ്പോൾ ലഭ്യമാകുന്നവർ എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിനെതിരെ കേസ് ഉണ്ട്, ബലാത്സംഗ കേസ് UK ഉണ്ട്. അതിൻ്റെ ട്രയൽ നടന്നിട്ടില്ല. ട്രയൽ ജൂൺ 8, 2027 അതിൻ്റെ വിസ്താരമൊക്കെ നടക്കുകയുള്ളൂ. കേസ് എന്തായാലും നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വിസ കിട്ടാത്തത്. അപ്പോൾ ഒരു കളി കളിക്കാൻ പറ്റില്ല, ബാക്കി കളിക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് തവണത്തെ വേൾഡ് കപ്പിൻ്റെ ഒരു രസകരമായ കഥ. 3 ഉദ്ഘാടനം നടന്ന വേൾഡ് കപ്പ് അല്ലേ, അപ്പോൾ അതൊക്കെ ഉണ്ടാവും. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.